ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം അടിച്ചിറയിലുള്ള പോപ്പുലർ ഹുണ്ടായി ഷോറൂമിലാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഹുണ്ടായി വെന്യൂ ആണ്. വെന്യൂവിൻ്റെ എക്സസ് എന്ന വേരിയൻ്റാണ്. ഡീസലാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് റിവ്യൂ ചെയ്യാനായിട്ട്. ഡീസൽ ഓപ്ഷൻ എക്സസ് ആണ് വേരിയൻ്റ് വണ്ടി വരുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ, ഓൺ റോഡ് പ്രൈസും അതുപോലെ ഓണത്തിന് ഓഫേഴ്സ് എന്തൊക്കെയാണ് ഇവർ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വെന്യൂവിന് ഓഫറായിട്ട് വരുന്നത് പെട്രോൾ വേരിയൻ്റ് ആണെങ്കിൽ 85,000 രൂപയുടെ ഓഫറും അതുപോലെ ഡീസൽ വേരിയൻ്റ് ആണെങ്കിൽ 30,000 രൂപയുടെ ഓഫറാണ് ഇപ്പോൾ വെന്യൂവിന് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോറൂമിൻ്റെ അകം വരുന്നത്. ഹുണ്ടായി ഓണം പൊന്നോണം അപ്പോൾ അട്രാക്റ്റീവ് ഗിഫ്റ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടും 4 ഇയർ എക്സ്റ്റൻഡഡ് വാറൻറ്റി ഇതാണ് ഗിഫ്റ്റ്സും കാര്യങ്ങളും വരുന്നത്. 15 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഡീസൽ വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത്. സോ വെന്യൂ അതിന് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കിനി വെന്യൂ എക്സസ് ഡീസൽ മോഡലിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ. ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആണ്, എന്നാൽ ഫുൾ ഓപ്ഷൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഡീസൽ മോഡലാണ്, 1.5 ലിറ്റർ ഡീസൽ വേരിയൻറ്റ്. സോ ഈ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത് വണ്ടിക്ക് 14,98,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നതാണ്. ഡീസൽ എക്സസ് മോഡൽ. ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് വരുന്നത് 16 ലക്ഷം രൂപയാണ് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിന് വരുന്നത്. അപ്പം ഈ വേരിയൻറ്റിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. സോ ഡീസൽ വണ്ടി ആയതുകൊണ്ട് നല്ല മൈലേജും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിലേക്ക് തന്നെ പോകാം. ഫ്രണ്ട് ലുക്കിലേക്ക് സോ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. താഴെയാണ് പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോർണറിംഗ് ലൈറ്റാണ്. ഇതിന് കോർണറിംഗ് ലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. സാധാ ബൾബാണ്. അത് നമുക്കൊരു DRL വരുന്നുണ്ട്. LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സും DRL. അപ്പോൾ ഫുൾ ക്രോമിയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള ഒരു ഗ്രേ കളറിലുള്ള ഫിലിമൊക്കെ ചെയ്തിരിക്കുന്ന ഡാർക്കൻ ചെയ്തിരിക്കുന്ന പോലെ ഒരു ഗ്രില്ലാണ് ഫ്രണ്ടിൽ വരുന്നത്. താഴെ നമുക്കൊരു സ്കിഡ് പ്ലേറ്റും കാണാം. ഇങ്ങനെയാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. പിന്നെ വണ്ടിയുടെ മറ്റ് വേരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്നാണ് ബേസ് ഓപ്ഷനെ വിളിക്കുന്നത്. പിന്നെ വരുന്നത് S, പിന്നെ S ഓപ്ഷണൽ, എക്സസ് ഓപ്ഷണൽ, ഇങ്ങനെയൊക്കെയാണ് വേരിയൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. പെട്രോളിൽ തന്നെ നോർമൽ വേരിയൻറ്റും അതുപോലെ ടർബോ വേരിയൻറ്റും വരുന്നുണ്ട്. നോർമൽ ആണെങ്കിൽ 1.2 ലിറ്റർ വരും. ടർബോ ആണെങ്കിൽ 1.0 ലിറ്റർ, അതായത് 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനായിരിക്കും ടർബോയിൽ വരുന്നത്. സോ റേറ്റും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. ഈ മോഡലിന് നമുക്ക് 15 lakhs വണ്ടി ഇറക്കാൻ പറ്റും. അതാണ് ഈ മോഡലിൻ്റെ പ്രത്യേകത. 3,995 മില്ലിമീറ്റർ ലെങ്ത് ആണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ വിട്ട് വരുന്നത് 1,770 മില്ലിമീറ്റർ വിട്ടും ഹൈറ്റ് 1,670 മില്ലിമീറ്റർ ഹൈറ്റും. അതുപോലെ വീൽ ബേസ് വരുന്നത് 2,500 മില്ലിമീറ്റർ വീൽ ബേസ്. അതുപോലെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 45 ലിറ്റർ ആണ്. എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് ലുക്കിലേക്ക് പോകാം. സൈഡ് ലുക്കിൽ നമുക്ക് വരികയാണെങ്കിൽ ഇവിടെ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ തന്നെ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാണാം. 215/60 R16 സെക്ഷനിലാണ് ടയേഴ്സ് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് തന്നെ വരുന്നുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ റൂഫ് റെയിൽസ് കാണാം. ഫങ്ഷൻ ആയിട്ടുള്ള റൂഫ് റെയിൽസ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ സിംഗിൾ പെയിൻ സൺറൂഫും കാണാം. ഇനി നമുക്ക് ബാക്ക് സെക്ഷനിലേക്ക് പോകാം. ബാക്കിലേക്ക് നമുക്ക് വരുമ്പോൾ കാണാവുന്നത് മുകളിലൊരു ഷാർപ്പിൻ ആൻറ്റീന കാണാം. അതുപോലെ ബാക്കിൽ ഹൈ മൗണ്ടഡ് ബ്രേക്ക് ലൈറ്റ്സ് കാണാം. പിന്നെ വൈപ്പർ വിത്ത് വാഷർ കാണാം. അതുപോലെ ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ബ്രേക്ക് ലൈറ്റ്സ് കാണാം. ഇവിടെ വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. താഴെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. അതിന് താഴെ നമുക്ക് റിവേഴ്സ് ലൈറ്റും വരുന്നുണ്ട്. താഴെ ഒരു സ്കിഡ് പ്ലേറ്റും കാണാം. അതുപോലെ വെന്യൂവിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഹുണ്ടായുടെ ലോഗോ അതുപോലെ എക്സസിൻ്റെ ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ബാക്കിൽ വരുന്നത്. സോ ഇനി നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. $350 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വണ്ടിക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ബാക്കിൽ ഒരു ലൈറ്റ് കാണാം. ബൂട്ട് ലാമ്പ്
അതുപോലെ തന്നെ നമുക്ക് 60/40 സ്പ്ലിറ്റ് വരുന്നുണ്ട്, ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. സ്റ്റെപ്പിനി വീൽസ് വരുന്നത്, ഇതിപ്പോൾ അപ്പോളോയുടെ ടയേഴ്സ് ആണ് കിടക്കുന്നത്. സെക്ഷൻ 195/65 15 ഇഞ്ചിൻ്റെ ടയേഴ്സ് ആണ് സ്റ്റെപ്പിനി ആയിട്ട് വരുന്നത്. സ്റ്റീൽ വീൽസ് തന്നെയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറി നോക്കാം. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സീറ്റാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന SS ഓപ്ഷനിലേ വരുന്നുള്ളൂ. ഇതിപ്പം SS വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള 10 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് സ്പീഡോമീറ്റർ ലെഫ്റ്റ് സൈഡിലും അതുപോലെ RPM മീറ്റർ റൈറ്റ് സൈഡിലും വരുന്നുണ്ട്. നമുക്ക് പല മോഡ്സ് ഉണ്ട് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ മോഡ്സ് അനുസരിച്ച് നമുക്കിത് മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗിലേക്ക് വരികയാണെങ്കിൽ ലെതർ റാപ്ഡ് ആയിട്ട് ഒരു സ്റ്റിയറിംഗ് വീല് കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂയിസ് കൺട്രോളും അതുപോലെ ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഡ്രൈവ് അസിസ്റ്റൻസ്, ക്ലസ്റ്റർ, ലൈറ്റ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡോർ കൺവീൻസ് നമുക്ക് അങ്ങനെ എല്ലാം റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ കാണാം. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ എൻജിൻ സ്റ്റാർട്ട്, എൻജിൻ പുഷ് ബട്ടൺ കാണാം. അതുപോലെ നമുക്ക് AC വെൻസിന് ചുറ്റിനുമായിട്ട് ഒരു ക്രോമിയം ഫിനിഷ് വരുന്നുണ്ട്. സോ ആക്ച്വലി ഇവിടെ നമുക്ക് വരുന്നത് 8 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വണ്ടിക്ക് വരുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയി തന്നെ ചെയ്യാൻ പറ്റും. നല്ല ഗ്രാഫിക്സും ഡിസ്പ്ലേക്ക് നല്ല ഗ്രാഫിക്സ് വരുന്നുണ്ട്. സോ നമുക്ക് വണ്ടി ഒന്ന് റിവേഴ്സ് മോഡിലേക്ക് ഇടുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ വരുന്നത്. പിന്നെ നമുക്കിവിടെ ബട്ടൺസും കാര്യങ്ങളും വരുന്നുണ്ട്. ട്യൂൺ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ്, ട്രാക്കും കാര്യങ്ങളൊക്കെ ബട്ടണിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ ആണ്. ഓക്കെ, നമുക്ക് താഴേക്ക് വരികയാണെങ്കിൽ ഹസാർഡ് സ്വിച്ച് കാണാം. ഇവിടെ AC കൺട്രോൾസ്, AC ഓൺ ആക്കാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ഫ്രണ്ട് ഡീഫോഗർ, ബാക്ക് ഡീഫോഗർ. ഇനി ഇവിടെ നമുക്ക് കാണാവുന്നത് താഴെ USB ഒരു പോർട്ട് വരുന്നുണ്ട്. അതുപോലെ 12 വാട്ടിൻ്റെ ഒരു പവർ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ Type-C ചാർജിങ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഗിയർ നോബ് 6 ഗിയർ മാനുവൽ ആണ് വരുന്നത്. ഇവിടെ ഒരു കീ വെക്കാവുന്ന ഒരു സ്പേസ് നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. കീ ഇവിടെ വെക്കാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ വരുന്നുണ്ട് 2 സൈഡിൽ. പിന്നെ നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. സീറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല കുഷനിങ് ആണ്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് കൂൾഡ് ഗ്ലൗ ബോക്സ് കാണാം. പിന്നെ നമുക്കിവിടെ സൺവൈസേഴ്സ് നോക്കാം. സൺവൈസേഴ്സ് ഇവിടെ മിററൊന്നുമില്ല. ഇപ്പുറത്തെ സൈഡിൽ സൺവൈസേഴ്സിൽ മിറർ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ മുകളിലായിട്ട് നമുക്ക് സിംഗിൾ പെയിൻ സൺറൂഫ് കാണാം, സ്പീക്കേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് റീഡിങ് ലൈറ്റ്സ് എല്ലാം ബൾബായിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ IRVM വരുന്നത് മാനുവലി കൺട്രോളിങ് IRVMs ആണ്. നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഇപ്പറേ ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. ഓട്ടോ ഹെഡ്ലാംപ്സ് വിത്ത് DRL ഫംഗ്ഷനിങ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ട് സെക്ഷനിൽ കാണാവുന്നത്. വണ്ടി ഓഫ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട്. പിന്നെ നമുക്കിവിടെ സൈഡിലേക്ക് നമുക്ക് വീണ്ടും നോക്കാം. സൈഡിലേക്ക് നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഇതുപോലെ കളർ ടോൺസും വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് തന്നെയാണ് ഇവിടെ വരുന്നത്. ആ കാര്യങ്ങളിലൊക്കെ സെയിം തന്നെയാണ്. ഇനി നമുക്ക് ബാക്ക് സെക്ഷനിലേക്ക് പോകാം. സോ ഇങ്ങനെയാണ് ബാക്ക് സെക്ഷൻ വരുന്നത്. 3 പേർക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് നടുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നില്ല വണ്ടിക്ക്. ഇതൊരു കൊടുക്കാവുന്നൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ നമുക്ക് സീറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത് ഫാബ്രിക് ഡുവൽ ടോൺ സീറ്റ്സ് ആണ് വണ്ടിക്ക് വരുന്നത്. ബാക്കിൽ നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. അതുപോലെ താഴെ നമുക്ക് Type-C ചാർജിങ് പോർട്ടും വണ്ടിക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു ലൈറ്റും കാണാം. പിന്നെ എടുത്ത് പറയാനുള്ളത് സീറ്റ്സിൽ
സ്പേസിനെ കുറിച്ചാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്പേസ് ബാക്കിൽ കിട്ടുന്നുണ്ട്. സീറ്റ്സും അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. കുഷനിങ്ങും കുഴപ്പമില്ല. തൈ സപ്പോർട്ട്സും അത്യാവശ്യമുണ്ട്. ബാക്കിൽ നമുക്ക് ഡോറിൽ നമുക്കിവിടെ വരുന്നത് ഒരു കുപ്പി വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. താഴെ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോർ ഓപ്പണേഴ്സ് വരുന്നുണ്ട്. സിൽവർ ഫിനിഷുള്ള ഡോർ ഓപ്പണേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് എൻജിൻ സെക്ഷൻ ഒന്ന് വണ്ടിയുടെ നോക്കാം. എൻജിൻ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ തന്നെ ഡീസൽ എൻജിനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. CRDI 1.5 ലിറ്ററിൻ്റെ ഒരു ഡീസൽ എൻജിനാണ് വണ്ടിക്ക് വരുന്നത്. സോ എൻജിൻ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ 116 PS പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ 250 Nm ടോർക്ക് വണ്ടിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് വണ്ടിയുടെ കീ വരുന്നത്. നമുക്ക് ലോക്ക് അൺലോക്ക്, അതുപോലെ ബൂട്ട് ഓപ്പൺ, അതുപോലെ നമുക്ക് എൻജിൻ റിമോട്ട്ലി ഓൺ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും വരുന്നുണ്ട്. ഒരു ബ്രൗൺ ഫിനിഷുള്ള ഒരു കവറിങ് ആണ് നമുക്ക് കീക്ക് വരുന്നത്. പിന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 195 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഫൈബർ ഫിനിഷ് നമുക്ക് കാണാം. സോ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ഗിരി സൈനിങ് ഓഫ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഗൈസ്.